ഹലോ ഹായ് ആൻഡ് നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഹലോ മുംബൈയുടെ ഈ മധുര മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്, ഒരു ദൈവികമായ യാത്ര. ഇന്ത്യയിൽ 10 ശനീശ്വര ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശനി ശിഗ്നാപൂർ. അപ്പം ഇന്ന് നമ്മൾ നേരെ അങ്ങനെ ശനി ശിഗ്നാപൂരിലെ യാത്രയിലാണ്. ഈ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം ഇന്നൊരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. മുംബൈയിലെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ അജയ് കുമാർ. അജയേട്ടാ, അപ്പം നമസ്കാരം. അജയേട്ടനെ കൂടെ കൂട്ടൊരു കാര്യമാണ്. അജയേട്ടൻ എനിക്കൊന്ന് അവിടുത്തെ ട്രസ്റ്റുകളായിട്ട് വളരെ അടുത്ത പരിചയമുണ്ട്. എത്ര വർഷമായിട്ട് അറിയാം അവരെയൊക്കെ? അവരൊരു 20 വർഷമായിട്ട് അറിയാം നമ്മുടെ ഈ ട്രസ്റ്റുകളെ. ഓക്കെ, എനിക്കൊന്ന് ഈ ക്ഷേത്രം എത്ര ഒരു 400 വർഷം പഴക്കമുള്ള ക്ഷേത്രം. 400 വർഷമായിട്ട്. ഇതൊന്ന് കേരളത്തില് ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. അതെനിക്കൊന്ന് ആലപ്പുഴയില് മാന്നാറിലാണ് ഒരു ക്ഷേത്രം തോന്നുന്നു അല്ലേ? പക്ഷേ ശനി ശിഗ്നാപൂർ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ എത്തണമെങ്കിൽ ഈ ശിഗ്നാപൂരിലേക്ക് എത്താൻ വേണ്ടി അടുത്ത് എവിടെയാണ്? പൂന, ഔറംഗാബാദ് നഗർ. അല്ല, ഫ്ലൈറ്റിൽ വരുവാണെങ്കിൽ ഔറംഗാബാദ് വരാം, അല്ലെ പൂനെക്ക് വരാം. ഓക്കെ, അവിടുന്ന് ഒരു 3.5 മണിക്കൂർ അല്ലേ? പൂനെന്ന് ഒരു 3.5 മണിക്കൂർ. ബോംബെന്ന് നമുക്ക് 5 മണിക്കൂർ. അത് ഈ റോഡിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു 3.5 മണിക്കൂറുണ്ട്. പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ 3.5 മണിക്കൂറുണ്ട്. 152 കിലോമീറ്റർ എന്തോളൂ. അപ്പൊ 152 കിലോമീറ്റർ ഉള്ളൂ മുംബൈയിൽ നിന്ന്. പക്ഷെ ഈ റോഡെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ഏകദേശം ഒരു 5 മണിക്കൂർ പണി നടക്കുന്നുണ്ട് അല്ലെ? 5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷം കിടക്കാം. ഇപ്പൊ നമ്മൾ എത്തിയൊരു കടയിലാണ്. അപ്പൊ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സമയം ഏകദേശം ഒരു 10-10:15. അപ്പൊ ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടില് നമുക്കൊരു കടയിൽ പോയിട്ട് എങ്ങനെയാണ് ചായ, പാതി ചായ തരാൻ ചോദിക്കുന്നത്. ഇവിടെ ആ പ്രശ്നമില്ല. കട്ടിങ് ചായ കിട്ടും. ഒരു ചായ 2 കൊണ്ട് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ഷെയർ ചെയ്ത് കുടിക്കാം. അതുകൊണ്ട് സിസ്റ്റമാണത്. അപ്പൊ നമുക്കൊരു കട്ടിങ് ചായ കുടിച്ചിട്ട് ഓക്കെ ഭയ്യ, കട്ടിങ് ചായ. താങ്ക് യു, വെൽക്കം സർ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കട്ടിങ് ചായ. നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ചായ ചോദിക്കേണ്ടി വരും. ഫുൾ ചായ അതെല്ലാം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഫുൾ ചായ ശരിക്കും ശരിക്കും അതെ അടിച്ചായ ഇവിടെ അടിച്ചായില്ല. ഈ ചായ തരുന്നതന്നെ അത് ഇത്ര മതി അവർക്ക്. നമ്മൾ ചായ കുടിക്കുന്ന കാണുമ്പോൾ ഇത്ര ചായ കുടിക്കുന്നതായിരിക്കും. നമ്മൾ വലിയ ഗ്ലാസ് ചായ കുടിക്കണം. അതെ അതെ. അപ്പം പക്ഷെ ഇത് എനിക്കൊന്ന് എരുമപ്പാലാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതല്ലേ? ഗ്രാമല്ലേ, ഗ്രാമത്തിലെല്ലാം എരുമപ്പാലാണ് കൂടുതൽ. പശുമ്പാൽ വളരെ കുറവാണ്. പക്ഷെ എരുമപ്പാല് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരുന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തുകാർക്ക് കൊളസ്ട്രോൾ അസുഖങ്ങളൊന്നുമില്ല. നാട്ടിൽ പൊതുവെ അധ്വാനിക്കുന്നില്ലെന്നാണ്. നാട്ടിൽ ബംഗാളിയാണ് മലയാളി. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇത് നേരെ ക്ഷേത്രം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഇപ്പൊ ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ എടുക്കും അല്ലേ? ചേട്ടൻ അവരുമായിട്ട് വളരെ അടുത്ത കുറെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അവരെ ട്രസ്റ്റ് ചെയ്യണം, അവരുടെ ഇതിലാണ്. അപ്പൊ അവരിങ്ങനെ ആ കുടുംബത്തിന് ചേർന്ന് അങ്ങനെയാണോ? ഇതൊരു കുടുംബക്ഷേത്രം അങ്ങനെയാണോ പറയണത്? അതോ അല്ല, കുടുംബക്ഷേത്രമല്ല. അവരവിടുത്തെ ഇവിടുത്തെ നിവാസികളാണ്. ആ വില്ലേജുകാർ മുഴുവൻ ഏറ്റെടുക്കും. ഓരോ പ്രാവശ്യം ഓരോ തരായി ട്രസ്റ്റുകൾ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാലും നമുക്ക് ചായയുടെ കൂടെ ഒരു ഇവിടുത്തെ എന്താ പറയാ ഇന്ത്യൻ ബർഗർ എന്നൊരു സാധനം. അതല്ലേ മഹാരാഷ്ട്രയുടെ ദേശീയ ഭക്ഷണം വടാപ്പാവ്. ഈ വടാപ്പാവില് ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇത് പാവ്, പിന്നെ വട. ഇത് ആലു, പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങാണ്. ഇതിനൊരു ഇതെന്ന് പറഞ്ഞാൽ സ്കിന്ന് കളയില്ല അല്ലേ? അതുകൊണ്ടാണ് ഗ്യാസ് വരില്ലെന്ന് പറയണം, ഫോം ആവില്ലെന്ന് പറയണം.
പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം പിന്നുള്ളത് മുളകാണ്. മുളകാണ്, പിന്നെ ചട്നി ഉണ്ട് അവിടെ, പ്രത്യേക ചട്നി, പിന്നെ ഒരു ഉള്ളി. അതാണ് ഈ 3 സംഭവങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പക്ഷെ ഇത് പറയുന്നത് ഈ ബ്രെഡ് ഉണ്ടാക്കുന്നത്, ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പാവ് ഉണ്ടാക്കുന്നത് മൈദയിലാന്ന് പറയുന്നത്. പക്ഷെ ഈ മൈദ കഴിക്കരുതല്ലേ പറയണം? അത് കഴിക്കരുത്. ഇപ്പൊ മൈദ കഴിക്കാൻ വെച്ചാൽ നമ്മളെല്ലാവരും മൈദ കഴിക്കുന്നില്ലേ, ബേക്കറി ഐറ്റംസ് എല്ലാം. അല്ല, പൊതുവെ ഇവിടുത്തുകാർ ഈ ഹെൽത്ത് വൈസ് ഒക്കെ അവർ കണ്ടമാനം നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ മൈദ കഴിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല. എന്നിരുന്നാലും കാരണം ഇത് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പൊറോട്ടയാണ്. പക്ഷെ പൊതുവെ ഇവര് പറയുന്നത് മൈദ കഴിക്കരുതെന്നാണ് എന്ന് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് പാവ് മൈദയാണെന്നുള്ള കാര്യം വളരെ, പക്ഷെ മൈദ അല്ലാത്ത പാവ് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു അല്ലേ? അപ്പം ആദ്യം ഇത് തുറക്കുക, അതിനുശേഷം ആദ്യം ചട്നി ഇടുക. ഓക്കെ, അങ്ങനെയാണ് ചട്നി കൂടി അതിന്റെ ടേസ്റ്റ് പൂർണ്ണമുള്ളൂ. ചട്നി ഇട്ടു, പിന്നെ ഇവരെ വെച്ചു, സാൻഡ്വിച്ച് ആക്കി. അടിപൊളി. इधर आपले निर्गुर पड़ेगा। कितना दूर है इधर से? आज से 8 किलोमीटर। सुबह कितने बजे आएगा? सुबह 8 साढ़े 8। ये गाड़ी पूरे रुकते हैं क्या? रुकते। ये क्या मसाला है एक्चुअली? ये लाल मसाला मिर्ची पाउडर। अच्छा, इसके अंदर कितना बेचते हो आप एक दिन में? 230 रुपये। 200-300 रुपए? एक का कितना दाम है? हाँ, एक का क्या प्राइस है? 20 रुपए एक। അപ്പോൾ നമുക്ക് ഈ നഗരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിൽ കടക്കാം. ഇപ്പോൾ ഹലോ മുംബൈയിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തേ രഹിയേ ഹലോ മുംബൈ.